തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു PG വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റു. അതായത് അവിടെ കാട് വൃത്തിയാക്കുന്നതിനിടയിൽ പാമ്പ് കടി ഏൽക്കായിരുന്നു. പക്ഷെ ഇതിന് നമ്മുടെ ആരോഗ്യമന്ത്രി മുരളീധരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ ചവിട്ടിയത് കൊണ്ട്, അതായത് പാമ്പിനെ ചവിട്ടിയത് കൊണ്ടാണ് പാമ്പ് തിരിഞ്ഞു കൊത്തിയതെന്നാണ് പറയുന്നത്. ആരായാലും നമുക്കും അറിയാലോ, പാമ്പിനെ അങ്ങോട്ട് ചെന്ന് പാമ്പിനെ ആരും ഓടിപ്പോയിട്ട് ഇന്ന് ചവിട്ടിയിട്ട് വരത്തൊന്നുമില്ലല്ലോ. പാമ്പിനെ ചവിട്ടി കഴിഞ്ഞാൽ അത് കടിക്കുമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ കണ്ടെത്തലും. സത്യത്തിൽ മുരളീധരൻ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പണ്ട് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ചൊല്ലാണ്, ചവിട്ടിയെ കടിക്കാത്ത പാമ്പില്ല. എല്ലാ പാമ്പുകളും ചവിട്ടുകൊണ്ടാ കടിക്കും, അഗ്രസീവാണ്. പിന്നെ ഇതിൽ ചില പാമ്പുകൾ, ഇപ്പോൾ നമ്മുടെ പാവാ സുരേഷിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയുന്ന അനുസരിച്ചിട്ട് റസൽ വൈപ്പർ എന്ന് പറയുന്നത്, അണലി എന്ന് പറയുന്ന ചുരുട്ടമണ്ഡലി അങ്ങനെ പറയുന്നൊരു പാമ്പുണ്ടല്ലോ, ഈ പാമ്പ് 360 ഡിഗ്രി കടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രൊവോക്കേഷൻ ഒന്നും വേണ്ട, അടുത്തൂടെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒടിയും കിടക്കുന്നത് കടിക്കുമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല അതിൻ്റെ ശാസ്ത്രീയമായ, അല്ലെങ്കിൽ അതിനെ നമുക്ക് അറിയില്ല അങ്ങനെ കടിക്കുന്ന ഒന്നാണോ എന്ന്. പക്ഷെ അത് കടിക്കും. അപ്പോൾ ചവിട്ടിയെ കടിക്കാത്ത പാമ്പില്ല എന്നുള്ളത് പിന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പണ്ട് മുതലേ നമ്മൾ കേട്ട് ശീലിച്ച ഒരു കാര്യമാണ്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേൾക്കാൻ പോകുന്ന ഒരു വകുപ്പും മന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും മുരളീധരനുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിൽ ഇനി ഏറ്റവും കൂടുതൽ പഴി കേൾക്കാൻ പോകുന്ന ഒരാൾ അദ്ദേഹമായിരിക്കും. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിച്ചാൽ, കഴിഞ്ഞ ഒരു 5 വർഷം, അതിനു മുമ്പ് ഒരു 5 വർഷം, ഇങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ട് ഇടതു സർക്കാരിൻ്റെ കാര്യത്തിൽ 2 മന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു. ഈ 2 മന്ത്രിമാരുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടായി എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇതര സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലെ പല മാധ്യമ പ്രവർത്തകർ, നമ്മുടെ മലയാളികളായ മാധ്യമ പ്രവർത്തകർ പലരും അവിടെ പോയിട്ട് വീഡിയോ സാധനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആശുപത്രികളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, മലയാളിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ജോലി ചെയ്യുന്ന മലയാളികളായ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒരുപക്ഷെ അതിനെക്കുറിച്ച് അറിയാം, അവിടെ എന്ത് ഫെസിലിറ്റിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു പിന്നെ ആതുരാലയ രംഗത്ത്, അല്ലെ ആതുര ശുശ്രൂഷ രംഗത്ത്. അതേസമയം നമുക്ക് ഇന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും വളരെ മികച്ച സൗകര്യങ്ങളുള്ള താലൂക്ക് ആശുപത്രി മുതൽ നല്ല ആശുപത്രികൾ നമുക്കുണ്ട്, കാത്ത് ലാബ് സൗകര്യമുണ്ട്. ഇതൊക്കെ നമുക്ക് വന്നത് ഈ പറയുന്ന കഴിഞ്ഞു പോയ സർക്കാരിൻ്റെ ഒരു ഗുണം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ ജോർജ് കഴിഞ്ഞ തവണ ഇരുന്നപ്പോൾ എത്രത്തോളം പരാതി കേട്ട ഒരാൾ വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. വീണ ജോർജ് എന്ന് പറയുന്നൊരു മന്ത്രി, വീണ ജോർജിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ മുരളീധരൻ എന്ന് പറയുന്നൊരു വ്യക്തി. പുള്ളിക്ക് പൊതുവെ ഒരു എന്താ പറയുക, സ്ത്രീ വിരുദ്ധത അദ്ദേഹത്തിലുണ്ട് എന്ന് നോക്കുക. കാര്യം ആര്യ രാജേന്ദ്രൻ ഇവിടെ തിരുവനന്തപുരം മേയർ ആയിരിക്കുന്ന സമയത്ത് ആര്യ രാജേന്ദ്രനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ആര്യ രാജേന്ദ്രൻ കേസിന് പോകുമെന്ന് വരെ പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ സ്ത്രീകളോടൊരു എന്താ പറയുക, പരമപുച്ഛം കലർന്ന രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു മന്ത്രിയാണ് മുരളീധരൻ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം സ്വന്തം സഹോദരി പോലും BJP-യിൽ അംഗത്വം എടുത്ത് പോയത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മുരളീധരൻ എന്ന് പറയുന്ന ആ മന്ത്രി ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്ത ഒരു വലിയ ബ്ലണ്ടറാണ് നിയമസഭയ്ക്കകത്ത് നിന്നുകൊണ്ട് പറഞ്ഞത്. അവിടെ കാട് വെട്ടിത്തെളിച്ചു, അവിടെ നിന്നൊരു പാമ്പ് ഇറങ്ങി വന്നു, ആ പാമ്പ് വണ്ടിയുടെ അടിയിൽ കിടന്നു, ആ പാമ്പിനെ കയറി ഈ യുവതി ചവിട്ടി, അല്ലെങ്കിൽ ഈ ഡോക്ടർ ചവിട്ടി, അങ്ങനെ ഡോക്ടറെ പാമ്പ് കടിച്ചു. ഇതിങ്ങനെ പറയുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയല്ലേ സത്യത്തിൽ? ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. അവിടെ പാമ്പുണ്ടാകാൻ പാടില്ല, അതൊരു ആശുപത്രിയാണ്, ആശുപത്രി കോമ്പൗണ്ടാണ്, അവിടെ പാമ്പുണ്ടാകാൻ പാടില്ലെന്നേ, നിയമമല്ല, പാമ്പുണ്ടാകാൻ പാടില്ല. അതിനെ പിടിച്ചു മാറ്റണം. അതിനെ പിടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ആ പാമ്പ് ഉണ്ടാവാൻ സാഹചര്യമുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കിയിടാൻ പാടില്ല ഒരു ആശുപത്രിയിൽ. കാരണം ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ആളുകൾ വരുന്നതാണ്. ഡോക്ടർമാർ മാത്രമല്ല, രോഗികൾ തന്നെ എത്രയോ തരത്തിലുള്ള രോഗികളാണ് വരിക. ഗർഭിണികളുണ്ടാവാം, കാലിനും കൈക്കുമൊക്കെ പരിമിതിയുള്ള ആൾക്കാരുണ്ടാവാം, കുഞ്ഞുങ്ങളുണ്ടാവാം, നവജാത ശിശുക്കളുണ്ടാവാം, പിന്നെ പ്രായമായവരുണ്ടാകാം. അങ്ങനെ എത്രയോ തരം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, തീരെ പൊടി കുഞ്ഞുങ്ങൾ പോലും നടന്നു കളിക്കുന്ന, അല്ലെങ്കിൽ പ്രായമുള്ള കുട്ടികൾ പോലും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആശുപത്രി. ആ ആശുപത്രിയിൽ പാമ്പിനെ കണ്ടു എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. ആ പാമ്പ് ഒരു ഡോക്ടറെ കടിച്ചു എന്ന് പറയുന്നിടത്തും പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരം ഹൈജീനിക് അല്ലാത്ത, സുരക്ഷിതമല്ലാത്ത താവളങ്ങളായി അല്ലെങ്കിൽ ഇടങ്ങളായി നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മാറി തുടങ്ങിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് സുരക്ഷിതമായിരിക്കണമല്ലോ. ഒരു ആശുപത്രിയിൽ നമ്മൾ എന്തിനാ വരുന്നത്? നമ്മൾ ചികിത്സ എടുക്കാനാണ് വരുന്നത്.
ഇപ്പോൾ പാമ്പ് കടി ഏറ്റാലും നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ആശുപത്രിയിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പം അങ്ങനെ സുരക്ഷിതമായിരിക്കേണ്ട ഒരിടത്ത് പാമ്പിനെ കണ്ടു, അവിടുത്തെ ഒരു ഡോക്ടറെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നിടത്തൊരു വലിയ പ്രശ്നമുണ്ട്. അല്ലാതെ ചവിട്ടിട്ടാ കടിച്ചത് എന്ന് പറയുന്നതിലല്ല മാന്യത. അത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ അല്ലെങ്കിൽ ആശുപത്രികളെ മുക്തമാക്കാം എന്നാണ് പറയേണ്ടത്. വീണ ജോർജിന്റെ ഭരണകാലഘട്ടത്തിൽ പിന്നെ കെ മുരളീധരൻ പറഞ്ഞിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്, അതായത് മോർച്ചറിയിലാണ് എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ പിന്നെ അല്ലെങ്കിൽ ആരോഗ്യരംഗം മോർച്ചറിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞത്, കെ മുരളീധരൻ പറഞ്ഞത്. എന്നാൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. ഇപ്പം പിന്നെ സത്യം പറഞ്ഞാൽ ഒരു ICUലായിരുന്നു എന്ന് പറയാം. ഇനിയും കുറച്ചുകൂടെ അതിശയോക്തിപരമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗം ICUലാണ്. ഞാൻ പറയുന്നില്ല പൂർണ്ണമായും രോഗമുക്തമാക്കിക്കൊണ്ട് കേരളം അങ്ങ് വലിയ നടന്നു കയറി എന്ന് പറയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഇന്ന് മുൻപന്തിയിൽ തന്നെയാണ് ആരോഗ്യ മേഖലയിൽ. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൊതുജനാരോഗ്യരംഗം ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഇപ്പോൾ മോർച്ചറി പോലും അല്ല, ഒരാൾ പറഞ്ഞത് ശ്മശാനത്തിലാണ്, ആ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മോർച്ചറിലാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ സാധ്യതയുണ്ട്. ഇത് ശ്മശാനം ദഹിപ്പിക്കാൻ കൊണ്ടുപോയി, ഇനി അവിടെ ദഹിപ്പിച്ചാൽ മാത്രം മതി. ഈ ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് എന്ന് പറയേണ്ടി വരും. ആ നിലയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇനിയും ഇതിനകത്തേക്ക് കൃത്യമായൊരു കൈകടത്തൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ടവരത്തിൻ്റെ കാലിൽ പുഴുവിനെ കണ്ടു. ഇനി നാളെ കെ മുരളീധരൻ പറയാൻ പോണ എന്തായിരിക്കും? അദ്ദേഹം നേരത്തെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാലിൽ പുഴു മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ചികിത്സ കഴിഞ്ഞ പാടെ അദ്ദേഹത്തിൻ്റെ കാലിലിരുന്ന മുട്ട വിരിഞ്ഞ് പുഴുക്കളായി മാറി എന്ന് നാളെ ഒരു വിചിത്രവാദം ഉന്നയിക്കും. അതോടെ പിന്നെ ഇപ്പം മഞ്ചേരിയിൽ ഒരു സ്ത്രീ പിന്നെ ഒരു വയോധികയുടെ കാലിൽ ഒരു ഞരമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ മുരളീധരൻ പറയും അവിടെ വന്ന് നോക്കിയ പരിശോധിച്ചുകൊണ്ടിരിക്കുക, സർജറി നടക്കുന്ന സമയത്ത് അധികം ഒരു ഞരമ്പിരിക്കുന്നുണ്ട്, അത് മുറിച്ച് കളഞ്ഞു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു എളുപ്പമില്ല നിയമസഭയ്ക്കകത്ത് കയറിയെന്നുകൊണ്ട് പറഞ്ഞു കളയും ഈ മന്ത്രി. അപ്പോൾ അത്രയും നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ നിലയ്ക്ക് പോകുന്ന ആരോഗ്യ മേഖലയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇവിടെ ഇതുവരെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ഉണ്ട്. ഈ സ്റ്റോപ്പിംഗ് പോയിന്റിൽ നിന്ന് വിജയകരമായി ഈ വകുപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്. അല്ല ചവിട്ടിയാ പഠിക്കാത്ത പാമ്പില്ല എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു പോവല്ല ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കെ മുരളീധരൻ ചെയ്യേണ്ടിയിരുന്നത്. അതിനുവേണ്ട പരിഹാരം ഞാൻ കാണാം. അതിന് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കണമെങ്കിൽ മീറ്റിംഗ് വിളിക്കാം, സർവകക്ഷി യോഗം വിളിക്കണം. പൊസിഷനിൽ ഇരുന്നു കൊണ്ട് പറയാൻ പാടില്ല. ആശുപത്രി ചവിട്ടിയെ കടിക്കാത്ത പാമ്പില്ലെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇതിനു മുമ്പ് VS ശിവകുമാർ ഇരുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. 9ാം വാർഡ് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി പത്രത്തിൽ അന്ന് വലിയൊരു ഫോട്ടോ അച്ചടിച്ച് വന്നതാണ്. ഒരു പിന്നെ എല്ലും തോലുമായ ഒരാൾ ആശുപത്രി ജനറൽ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ കിടക്കുന്ന ചിത്രം. അതിനുശേഷം ഉടനെ മന്ത്രിയുടെ മിന്നൽ സന്ദർശനത്തിന് വന്നപ്പോഴോ ഒരു പ്രത്യേക വിഭാഗം മാത്രം സന്ദർശിച്ചിട്ട് അദ്ദേഹം തിരിച്ചുപോയി. ആ ഭാഗത്ത് മാത്രം വാടകയ്ക്കെടുത്ത കട്ടിൽ കൊണ്ടിട്ടിട്ട് പിന്നെ മാധ്യമങ്ങളെടുക്കെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം നീറ്റാണെന്ന് പറഞ്ഞിട്ട് അവിടെ പരിഹരിക്കപ്പെട്ടില്ല പ്രശ്നം. പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്. ഏതൊരു സംവിധാനവും മുന്നോട്ട് പോകുന്നത് പരിഹരിക്കപ്പെടുമ്പോഴാണ്. ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ പരിഹരിക്കപ്പെടുന്ന വിഷയങ്ങളാണ് എപ്പോഴും അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ട ഒരു ഇച്ഛാശക്തി എപ്പോഴും ഒരു മന്ത്രിക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ ഒരു ഇച്ഛാശക്തിയാണ് കാണിക്കേണ്ടത്. അല്ലാതെ വീണ ജോർജിനെ കുറ്റം പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ചിന്തിച്ചില്ല, അല്ലെങ്കിൽ വീണ ജോർജിനെ കുറ്റം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ മന്ത്രി അല്ലെങ്കിൽ ഇന്ന് കെ മുരളീധരൻ ചിന്തിച്ചില്ലേ ഈ രീതിയിൽ ഈ നാടിനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നൊരു ബേസിക് ആയിട്ടുള്ള ഒരു പഠനമെങ്കിലും നടത്തണ്ടേ? കേരളത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങുമ്പോൾ, ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് ഇറങ്ങി കേരളത്തിൽ MLA ആകാനായിട്ട് ഒരുങ്ങുന്ന ഓരോരുത്തരും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആര് മന്ത്രിയാവും? കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ അറിയാം, മുരളീധരൻ മന്ത്രിയാവും ജയിച്ചാൽ എന്നുള്ള കാര്യം മുരളീധരൻ അറിയാം. എന്തുകൊണ്ടാണ് കേരളത്തിലെ വിവിധ വകുപ്പുകളെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പഠിക്കാതിരുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ശരിക്കും നമ്മുടെ കേരളത്തിലുണ്ട്? അല്ല, പൊളിറ്റീഷ്യന്മാരുടെ ഒരു ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് അധികാരത്തിന് വേണ്ടി മാത്രമാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, അതൊരു ഇറ്റ്സ് എ ജോബ്. അപ്പം അങ്ങനെ അധികാരത്തിന് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നാടിന് എന്ത് മാറ്റം വരുത്താൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകളിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇവർ ചിന്തിക്കാതെ പോകുന്നതെന്നാണ് മനസ്സിലാകാത്തത്. കെ മുരളീധരൻ ഈ പറയുന്ന പോലെ വീണ ജോർജിനെ കുറ്റക്കാരിയാക്കാം, ശൈല ടീച്ചറിനെ കുറ്റക്കാരിയാക്കാം. പക്ഷേ ആ ശൈല ടീച്ചർ കൊണ്ടു കിടന്ന ആ വകുപ്പിനെ അല്ലെങ്കിൽ വീണ ജോർജ് കൊണ്ടു കിടന്ന വകുപ്പിൽ എന്ത് മാറ്റം വരുത്താം, ഏത് രീതിയിൽ അതിനെ ഫ്ലറിഷ് ചെയ്ത് കൊണ്ടുവരാമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചിട്ടില്ല? ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയപ്പോൾ കെ മുരളീധരൻ തുടക്കം മുതൽ തന്നെ
തുടക്കം ആരംഭശൂരത്വം എന്ന് പറയുന്ന ഒരു സാധനം സാധാരണ എല്ലാവരും കാണിക്കുന്നതാണ്. തുടക്കത്തിൽ ആവേശത്തോടു കൂടി പ്രവർത്തിക്കും. അത് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആവേശത്തോടു കൂടി തന്നെ ആ വകുപ്പിനെ സമീപിക്കുകയും ആ വകുപ്പിൽ വേണ്ട മാറ്റങ്ങൾ വളരെ വളരെ വേഗത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അതിന് ഉദ്യോഗസ്ഥ കൂട്ടായ്മ വിളിക്കാം, ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്യാം, ആശുപത്രികളിൽ മിന്നൽ സന്ദർശനം നടത്താം. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കെ മുരളീധരൻ മിന്നൽ സന്ദർശനം നടത്തിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇല്ല. അതാണ് അതൊരു. പക്ഷേ വീണ ജോർജ് പല ഘട്ടങ്ങളിലും അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. ഓരോ ആശുപത്രിയിലും വളരെ വേഗം ഓർക്കാപ്പുറത്ത് നിന്ന് കയറിക്കൊണ്ടുള്ള നീക്കം വീണ ജോർജിന്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. ആരംഭശൂരത്വമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജനം വിശ്വസിച്ചേനെ. അപ്പോൾ പാമ്പ് കടിക്കുന്നത് ചവിട്ടിയിട്ടാണെന്നോ, ഇനി നാളെ തെരുവുനായ കടിക്കുന്ന സമയത്ത് പറയുമല്ലോ തെരുവുനായുടെ കായ്ക്കാത്തതുകൊണ്ട് കൈയിട്ടാണെന്ന് പറയും. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇപ്പം ഞാൻ നേരത്തെ കുറച്ച് ഉദാഹരണം പറഞ്ഞില്ലേ, കാലിൽ ഞരമ്പ് മുറിഞ്ഞത് അധികപ്പറ്റിരുന്ന ഞരമ്പ് മുറിച്ച് കളഞ്ഞതാണ്. പുള്ളി വീട്ടിൽ നിന്ന് വരുമ്പോൾ കാലിൽ മുട്ടയും കൊണ്ടാണ് വന്നത് പുഴുവിൻ്റെ. അത് അവിടെ കിടന്ന് വിരിഞ്ഞ് പുഴുക്കളായി മാറി, സ്വാഭാവികമായ നടപടിക്രമം എന്നൊക്കെ നാളെ ഈ പറയുന്ന വിവരക്കേടുകൾ എഴുന്നള്ളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്.